പന്നികളെ പിടികൂടാനായി അനധികൃതമായി സ്ഥാപിച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന് ഇന്നലെ ജീവൻ നഷ്ടമായത്. വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കെണി സ്ഥാപിക്കുന്നത് പതിവെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രിയുടെ മറവിൽ സ്ഥാപിക്കുന്ന ഇത്തരം കെണികൾ നിഷ്കളങ്കമായ ഒരു മനുഷ്യജീവൻ എടുത്തിരിക്കുന്നു. എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? സംഭവസ്ഥലത്ത് നിന്ന് സുഹൈൽ മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി വിതരണത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റാണിത്. നമുക്ക് മുകളിൽ കാണുന്നത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്. ഈ ലൈനിലൂടെയാണ് വൈദ്യുതി നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തുന്നത്. ഇത്തരത്തിൽ പോകുന്ന ഈ വൈദ്യുതി ലൈനിൽ ഇത്തരത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു പച്ച മുളവടി ഉപയോഗിച്ച് അതിൻ്റെ ടോപ്പിൽ ഈ പറയുന്ന കമ്പി, ഇലക്ട്രിക് കമ്പി കെട്ടിയതിന് ശേഷം ആ കമ്പി ഏകദേശം വലിയ ലെങ്ത്തിൽ ഏകദേശം 100-200 മീറ്ററോളം ഇങ്ങനെ താഴോട്ടേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ പോസ്റ്റിൽ നിന്ന് ആ ഒരു പച്ച മുളയിൽ കെട്ടിയ ഇരുമ്പ് കമ്പിയാണ് അതിങ്ങനെ ലെങ്ത്തിലിട്ട് ഏകദേശം 100-200 മീറ്റർ ഈ തോടിൻ്റെ കുറുകെ അങ്ങനെ പോവുകയാണ്. നിലവിൽ ഈ ദിശയിൽ ഇങ്ങനെ പോകുന്ന ഈ ഇലക്ട്രിക് കമ്പി ഏകദേശം ഒരു 50 മീറ്റർ മാറിയതിന് ശേഷം എതിർ ദിശയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അതേപോലെ തന്നെ എതിർ ദിശ മാറി അപ്പുറത്തെ ദിശയിലൂടെയാണ് പോകുന്നത്. അനന്തു അപകടത്തിൽപ്പെട്ടതും ആ വശത്ത് തന്നെയാണ്. അനന്തുവും കൂട്ടുകാരുമൊക്കെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വലയെറിഞ്ഞെറിഞ്ഞ് മുന്നോട്ട് വരികയായിരുന്നു. അതിനിടയിൽ ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പുല്ലും ഓലയൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് ഈ വൈദ്യുതി കമ്പി നമുക്ക് കാണാനാകില്ല. അത് മറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണ് അവർ അബദ്ധത്തിൽ ചവിട്ടുകയും ഈ തോടിലേക്ക് മറിയുകയും ചെയ്തത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഇത് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. വെള്ളത്തിലാണോ എന്ന് ചോദിച്ചാൽ വെള്ളത്തിലല്ല, എന്നാൽ എൻ്റെ തൊട്ട് സമീപത്തായിട്ടായിരിക്കും ഈ കേബിൾ ഉണ്ടാകുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പന്നി വേട്ടയ്ക്ക് ഏറ്റവും എളുപ്പം ഇതാണ്. അതായത് വെള്ളത്തോട് അടുത്ത് ചേർന്ന് വെച്ചാൽ ഇതിൽ ചവിട്ടി പന്നി ഈ വെള്ളത്തിലേക്ക് പോകുമ്പോഴേക്കും ഷോക്കേറ്റ് വീഴും. അതുകൊണ്ട് തന്നെയാണ് തുടക്കം നമ്മൾ പറയുന്നത് ഇത് ഈ കാർഷിക വിളകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി, പന്നി കയറാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന ഒരു കരുതൽ ഫെൻസിങ് അല്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായി ഈ പറഞ്ഞ പോലെ പന്നി ഇറച്ചി ലക്ഷ്യമിട്ടുകൊണ്ട്, അതിൻ്റെ വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ട് പന്നി വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു ഫെൻസിങ്ങാണ്. ഇനി ഇത് എങ്ങനെ ഏത് സമയത്ത് വെക്കുന്നു എന്ന് കൂടി പറഞ്ഞു വെക്കാം. അതായത് രാത്രി ഈ സ്ഥലം നമ്മൾ കണ്ടതാണ്. ഇവിടെ ഫുൾ കൃഷിത്തോട്ടങ്ങളാണ്, വീടുകളൊന്നുമില്ല. ഏകദേശം രാത്രി 8-9 മണി സമയത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് ഈ വൈദ്യുതി കമ്പി ഈ തോടിൻ്റെ വശത്തേക്ക് ഇടുന്നത്. അതിനുശേഷം പുലർച്ചെ സമയമാകുമ്പോഴേക്കും 1-2 പന്നികളൊക്കെ ചിലപ്പോൾ കുടുങ്ങും. ഇതുമായി എടുത്ത് ഏകദേശം 4-5 മണിക്ക് ഈ കെണി ഒരുക്കിയവർ തന്നെ രാത്രി വന്ന് നമ്മൾ നേരത്തെ കണ്ട ആ മുളയുണ്ടല്ലോ, ആ മുള അതുപോലെ തന്നെ ഊരിയെടുത്ത് ഈ കമ്പി മൊത്തം ചുറ്റി അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിറ്റേ ദിവസം സമാനമായ രീതിയിൽ രാത്രി വരും, വേട്ടയായി കെണി ഒരുക്കും, ഇത്തരത്തിൽ പന്നിയെ പിടിക്കും. ഇതാണ് ഇവരുടെ രീതി. പക്ഷേ ഇന്നലെ അനന്തും കൂട്ടുകാരും അബദ്ധത്തിൽ ഇതിൽ പെടുകയായിരുന്നു. സമീപത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ വരുന്നതോ പോകുന്നതോ അറിയില്ല. ഇത് തടയാൻ അത്തരത്തിൽ ഈ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഈ ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ചുള്ള പന്നിവെട്ട പതിവാവുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് തടയാൻ ഏകമുള്ള പോംവഴി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ വൈദ്യുതി മോഷണം തടയാനാകണം. അത് തടയാൻ ഏക വഴി എന്ന് പറയുന്നത് ഈ പോകുന്ന ഇലക്ട്രിക് ലൈൻ ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു തേർഡ് പാർട്ടിക്ക് അവിടെ നിന്ന് വൈദ്യുതി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരില്ല. എന്നാൽ ഈ മേഖലയിൽ ഏകദേശം ഒരു 95% ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ശേഷിക്കുന്ന ഒരു 5% അതുകൂടി ഇൻസുലേറ്റ് ചെയ്യുന്ന നാട്ടുകാർ പലപ്പോഴും ആവശ്യപ്പെട്ടതാണ്. ആ ശേഷിക്കുന്ന ഭാഗത്ത് നിന്നാണ്, അതായത് തേർഡ് പാർട്ടിക്ക് വൈദ്യുതി എടുക്കാൻ പറ്റുന്ന പാകത്തുള്ള സ്ഥലത്തു നിന്നാണ് ഇത്തരത്തിൽ വലിയ ലെങ്ത്തിൽ ഇരുമ്പ് കമ്പി വലിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ മേഖലയും ഇൻസുലേറ്റ് ചെയ്തിരുന്നു. ക്യാമറമാൻ സജിത് ഗുരുവായൂരിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ.